വളരെ എളുപ്പത്തിലും വളരെ ടേസ്റ്റിയോടും കൂടി രാവിലെ കഴിക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഉപ്പുമാവ് വളരെ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം. സമയമില്ലാത്തതിനാണെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്ക് ഇഷ്ടപ്പെടും, വലിയവർക്കും ഇഷ്ടപ്പെടും. പഴത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ കറികളുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. സാമ്പാറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാൻ ഇവിടെ കുറച്ച് കപ്പലണ്ടി വറുത്തെടുക്കുന്നുണ്ട്. അതിനായിട്ട് കപ്പലണ്ടി വറുത്തെടുത്ത് മാറ്റി വെക്കുക. പിന്നെ ഇഷ്ടമല്ലാത്തവർ കഴിക്കേണ്ടത് തീർച്ചയായിട്ടും ഒഴിവാക്കാൻ പറ്റും. എനിക്കിഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ ഇതിനകത്ത് കപ്പലണ്ടി ചേർക്കുന്നത്. എല്ലാവരും ഈ രീതിയിലല്ലായിരിക്കും തയ്യാറാക്കുന്നത്. ഇത് ഞാൻ സിമ്പിൾ മെത്തേഡിൽ അധികം ചേരുവകളൊന്നും ചേർക്കാതെ എന്ന് പറഞ്ഞാൽ ക്യാരറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചേർക്കാതെ തന്നെ സാധാരണ രീതിയിൽ ഞാനിന്ന് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കപ്പലണ്ടി മാത്രമേ അതിനായിട്ട് ചേർക്കാൻ എടുത്തിട്ടുള്ളൂ. കപ്പലണ്ടി ആദ്യം ഒന്ന് വറുത്തെടുത്ത് അതിന് ശേഷം ഇനി നമുക്ക് റവ വറുത്തെടുക്കണം. റവ വറുത്തെടുക്കാൻ കുറച്ച് സമയമെടുക്കും. അത് നല്ലവണ്ണം ഒന്ന് ഫ്രൈ ആയി കിട്ടണം. അല്ലെങ്കിൽ ഇവിടുത്തുകാരാണെങ്കിൽ ഈ റവ വറക്കാതെ തന്നെയാണ്, അധികം വറക്കത്തില്ല. ഒരു പച്ചക്ക് വെച്ചിട്ടാണ് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. അതൊരു ടേസ്റ്റ് ഇല്ല. നമുക്ക് ഈ റവ എങ്ങനെ വറുത്തെടുക്കുന്നു അതിലാണ് നമുക്ക് ടേസ്റ്റ് കിട്ടുന്നത്. തീർച്ചയായിട്ടും നല്ലവണ്ണം റവ വറുത്തെടുക്കണം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഈ റവ ഒന്ന് വറുത്തെടുക്കണം. രണ്ട് രീതിയിലുള്ള റവയുണ്ട്. ഇതിൽ വലിയ റവയാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. വലിയ തരിയായിട്ടുള്ളത്. ചെറിയ തരിയായിട്ടുള്ളത് ഉപ്പുമാവ് ഉണ്ടാക്കാൻ അത്ര ടേസ്റ്റ് ഒന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഞാനതുകൊണ്ട് എപ്പോഴും ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് റവ വാങ്ങിക്കുമ്പം വലിയ തരിയുള്ള റവ നോക്കിയെടുക്കാറുണ്ട്. അത് നാട്ടിലങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇവിടെയൊക്കെ ഞാനത് നോക്കുമ്പം അങ്ങനെ കിട്ടാറുണ്ട്. ഞാൻ ഇനി പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് കടുക് ചേർത്ത് കൊടുത്തു. കടുക് പൊട്ടി കഴിയുമ്പോൾ ഇനി അതിലേക്ക് ബാക്കി ചേരുവകൾ കൂടി ചേർക്കണം. നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണോ ഉപ്പുമാവ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കുക. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇത് കടുകൊന്ന് പൊട്ടിയതിന് ശേഷം ഇനി ഇതിലേക്ക് ഉഴുന്ന് പരിപ്പ് വേണമെങ്കിൽ ചേർക്കാം. എൻ്റെ കയ്യിൽ ഇവിടെ ഉഴുന്ന് പരിപ്പില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പയറിൻ്റെ പരിപ്പ്, ചെറുപയറിൻ്റെ ഇതുപോലത്തെ പരിപ്പ് അതിവിടെ കിട്ടും. അവിടെ നാട്ടിൽ കിട്ടുമോയെന്ന് എനിക്കറിയത്തില്ല. കിട്ടുമെങ്കിൽ അത് ടേസ്റ്റാണ്. ഉഴുന്നിനെക്കാട്ടിലും ടേസ്റ്റാണ് ഈ പരിപ്പ് ചേർക്കുന്നത്. ഇതിനി ഒന്ന് നല്ലവണ്ണം മൂത്ത് കഴിയുമ്പം ഉള്ളി ചേർക്കാം. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ചേർക്കാം. സവാള ഉള്ളിയാണ് ചേർത്തത്. ഇവിടെ ചെറിയ ഉള്ളി കിട്ടാത്തത് കൊണ്ടല്ല, സവാള ഉള്ളിയാണ് എനിക്ക് തോന്നുന്നത് ഉപ്പുമാവ് നല്ലതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് സവാള ഉള്ളി ചേർത്ത് കൊടുത്തു. പിന്നെ ചെറിയ ഉള്ളി ഇവിടെ കിട്ടത്തില്ല. ഞാൻ എല്ലാ കറികൾക്കും എല്ലാ കാര്യങ്ങൾക്കും ഈ സവാള ഉള്ളി തന്നെയാണ് ചേർക്കുന്നത്. വല്ലപ്പോഴൊക്കെ മാത്രമേ ചെറിയ ഉള്ളി കിട്ടാറുള്ളൂ. അതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുത്തു. ഇഞ്ചി ഉപ്പുമാവിന് തീർച്ചയായിട്ടും ചേർത്ത് കൊടുത്തിരിക്കണം. അതാണ് നല്ല ടേസ്റ്റാണ്. ഞാൻ ഒരിക്കലും ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ഇഞ്ചി ചേർക്കാതെ ഞാൻ ഉപ്പുമാവ് തയ്യാറാക്കിയിട്ടില്ല. കാരണം ആ ഇഞ്ചി ചേർക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അതിലേക്ക് ചെറുതായി അരിഞ്ഞ് പച്ചമുളക് എരിവിനനുസരിച്ച് പിന്നെ വറ്റൽമുളക് ചേർത്ത് കൊടുത്ത് കറിവേപ്പില ചേർത്ത് കൊടുത്തു. പെട്ടെന്ന് തന്നെ ഇതൊന്ന് വഴറ്റി എടുക്കുന്ന താമസമേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ചേർക്കാം. ക്യാരറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഗ്രീൻ പീസിൻ്റെ സമയമായിട്ടില്ല ഇവിടെ. ഗ്രീൻ പീസ് തണുപ്പാകുമ്പോഴത്തേക്ക് കിട്ടും. അന്നേരം നമുക്ക് ഗ്രീൻ പീസും ക്യാരറ്റും ഒക്കെ ഇട്ട് നല്ല കളർഫുൾ ഉപ്പുമാവ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഞാനിതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്തു. അല്പം മാത്രമേ ചേർത്തുള്ളൂ. എല്ലാവരും ഉപ്പുമാവിന് മഞ്ഞൾപ്പൊടി ചേർക്കാറില്ല. അല്പം മാത്രം ചേർത്ത് അതുകൂടി ഒന്ന് പച്ചമണം മാറിക്കഴിയുമ്പം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. ഞാനിവിടെ 2 കപ്പ് റവയാണ് എടുത്തത്. അതിലേക്ക് ഞാൻ 1.25 കപ്പ്, ആ കപ്പിന് തന്നെ അല്ലെങ്കിൽ ആ പാത്രത്തിന് തന്നെ 1.25 വെള്ളം ഒഴിക്കുന്നുണ്ട്. അതത്രയും മതി. കൂടിപ്പോയാലും കുഴഞ്ഞിരിക്കും. അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് വേണം എപ്പോഴും ഉപ്പുമാവ് ഉണ്ടാക്കാൻ. ഇനി നമ്മൾ ഉപ്പ് ഇതുവരെ ചേർത്ത് കൊടുത്തിട്ടില്ല. ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഈ വെള്ളത്തിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇളക്കിയതിന് ശേഷം ആ വെള്ളത്തിന് ഉപ്പുണ്ടോ നോക്കുക. ആ വെള്ളത്തിലുള്ള ഉപ്പ് നമുക്കത് കറക്റ്റായിരിക്കും ഉപ്പുമാവിനും. എല്ലാവർക്കും അറിയാം ഉപ്പുമാവ് ഉണ്ടാക്കാൻ. പക്ഷേ ഇത് എൻ്റെ രീതിയിൽ ഞാനങ്ങ് തയ്യാറാക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇനി ഇതിൽ ഉപ്പുണ്ടോ നോക്കിയതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് തിളയ്ക്കുന്നവരെ ഒന്ന് അടച്ചു വെക്കണം.
തിളച്ച് കഴിയുമ്പോൾ ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന റവ ചേർത്ത് കൊടുക്കണം. റവ ചേർത്ത് ഇളക്കി കൊടുക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കുക. തെറ്റുകൾ ഒത്തിരി ഉണ്ടായിരിക്കാം, അതൊക്കെ കൂടി അറിയിച്ചാൽ പിന്നെ വരുന്ന വീഡിയോകളിൽ തെറ്റില്ലാതെ ചെയ്യാൻ പറ്റും. അത് ശരിക്കും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. ഇവിടെ ഞാൻ റവ ഒന്ന് ചേർത്ത് കൊടുത്ത്, ഒന്നിച്ച് ചേർക്കാം അല്ലെങ്കിൽ കുറേശ്ശായിട്ട് ചേർത്ത് കൊടുത്ത് ഇനി ഇതൊന്ന് നല്ലവണ്ണം ഇളക്കിയെടുക്കണം. കട്ട പിടിക്കാതെ തന്നെ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് ഇരിക്കണം. ഇത് ഇനി നാവിൽ വേവിച്ചെടുക്കണം. വറുത്ത റവ ആയതുകൊണ്ട് അധികം സമയം വേണ്ട, പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് കഴിക്കാൻ പറ്റും. കാര്യങ്ങൾ റെഡിയായി കിട്ടും. ഇതുപോലെ ഞാനിതെല്ലാം ഒന്ന് നല്ലവണ്ണം ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ തീയിൽ വെച്ച് അടച്ച് വെച്ച് നല്ലവണ്ണം ഒന്ന് ആവി കയറ്റണം. ഒന്നുകൂടി റവ നല്ലവണ്ണം വെന്ത് കിട്ടുന്നവരെ. അപ്പോഴത്തേക്ക് നമുക്ക് നേരത്തെ നമ്മൾ വറുത്ത് വെച്ച കപ്പലണ്ടി ഞാനിവിടെ തൊലിയൊക്കെ കളഞ്ഞൊന്നും എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കണം. തീരെ പൊടിയായിട്ടല്ല, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കുമ്പോൾ അത് തീരെ പൗഡറായി പോകും. അതുകൊണ്ട് മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കാതെ ഇതുപോലെ ഇടിച്ച് എടുക്കാനാണ് ശ്രമിക്കേണ്ടത്. കപ്പലണ്ടി ഇട്ട് കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല നിങ്ങളാരെങ്കിലും. കപ്പലണ്ടി ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ തയ്യാറാക്കി നോക്കിയാൽ തീർച്ചയായിട്ടും പിന്നെ നിങ്ങൾ ഇതുപോലെ തന്നെ തയ്യാറാക്കും. പഴത്തിൻ്റെ കൂടെ കഴിക്കാനും സാമ്പാറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ, ഏത് കറികളുടെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റും. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കിയതിന് ശേഷം അഭിപ്രായം അറിയിക്കുക. ഇനി ഇതുപോലെ ചെറിയ വീഡിയോയൊക്കെയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.